അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. പ്രിയ സഹോദരങ്ങളെ, സൂറത്തുൽ അൻഫാൽ 24 മുതലുള്ള വചനങ്ങളിലേക്ക്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. يا أيها الذين آمنوا استجيبوا لله وللرسول إذا دعاكم لما يحييكم واعلموا أن الله يحول بين المرء وقلبه وأنه إليه تحشرون. നിങ്ങൾക്ക് ജീവൻ നൽകുന്ന കാര്യത്തിലേക്ക് നിങ്ങളെ വിളിക്കുമ്പോൾ സത്യവിശ്വാസികളെ, നിങ്ങൾ അള്ളാഹുവിനും റസൂലിനും ഉത്തരം നൽകുക. മനുഷ്യനും അവന്റെ മനസ്സിനും ഇടയിൽ അള്ളാഹു മറയിടുന്നതാണ് എന്നും അവങ്കലേക്ക് നിങ്ങൾ ഒരുമിച്ച് കൂട്ടപ്പെടുമെന്നും നിങ്ങൾ അറിഞ്ഞുകൊള്ളുക. വത്തഖൂ ഫിത്നതൻ ലാ തുസീബന്ന അല്ലദീന ളലമൂ മിൻകും ഖാസ്സ വഅലമൂ അന്നല്ലാഹ ശദീദുൽ ഇഖാബ്. ഒരു പരീക്ഷണം അഥവാ ശിക്ഷ വരുന്നത് നിങ്ങൾ സൂക്ഷിച്ചുകൊള്ളുക. അത് ബാധിക്കുന്നത് നിങ്ങളിൽ നിന്നുള്ള അക്രമികൾക്ക് പ്രത്യേകമായിട്ട് ആവുകയില്ല. അള്ളാഹു കഠിനമായി ശിക്ഷിക്കുന്നവനാണെന്ന് നിങ്ങൾ മനസ്സിലാക്കുകയും ചെയ്യുക. അവിശ്വാസവും അധർമ്മവും കാരണമായി ചൈതന്യം നഷ്ടപ്പെട്ട മനുഷ്യ മനസ്സുകൾക്ക് പുതുജീവൻ നൽകുന്നതിനും ചൈതന്യവത്താക്കി തീർക്കുന്നതിനും ആവശ്യമായ കാര്യങ്ങളിലേക്കാണ് സൃഷ്ടാവായ അള്ളാഹു മനുഷ്യ സമൂഹത്തെ ക്ഷണിക്കുന്നത്. അള്ളാഹു മനുഷ്യന് നൽകിയ അമൂല്യമായ ദാനങ്ങളാണ് ചിന്താശേഷിയും മനസ്സും. മനുഷ്യ മനസ്സുകളിൽ മിന്നിമറയുന്ന ചിന്തകളെല്ലാം അള്ളാഹു അറിയുന്നു. നന്ദിയും വിനയവും സത്യാന്വേഷണ ത്വരയുമുള്ള മനസ്സുകൾക്ക് അള്ളാഹു വിശാലത നൽകുന്നു. സത്യത്തിന് നേരെ പുറംതിരിഞ്ഞു നിൽക്കുന്നവർക്കാകട്ടെ അള്ളാഹു ഒരുതരം മറ സൃഷ്ടിക്കുന്നു. അതിനാൽ തന്നെ അവർക്ക് സന്മാർഗം കണ്ടെത്താൻ കഴിയുകയുമില്ല. അള്ളാഹുവോടുള്ള ധിക്കാരങ്ങളും അക്രമങ്ങളും അനാശാസ്യ പ്രവണതകളും പ്രോത്സാഹിപ്പിക്കപ്പെടാൻ പാടില്ലാത്തതാണ്. അവകളോട് നിസ്സംഗത പുലർത്തുവാനും പാടില്ലാത്തതാണ്. അള്ളാഹുവിൽ നിന്നുള്ള പരീക്ഷണമോ ശിക്ഷയോ വന്നു ഭവിച്ചാൽ അത് സകലരെയും ബാധിച്ചെന്ന് വരാം. മനുഷ്യ സമൂഹത്തെ മുഴുവൻ അള്ളാഹു ഓർമ്മപ്പെടുത്തുന്നു. ഒരു നാൾ സർവരെയും അള്ളാഹുവിങ്കൽ ഒരുമിച്ച് കൂട്ടപ്പെടുക തന്നെ ചെയ്യും. واذكروا إذ أنتم قليل مستضعفون في الأرض تخافون أن يتخطفكم الناس فآواكم وأيدكم بنصره ورزقكم من الطيبات لعلكم تشكرون. നിങ്ങൾ ഭൂമിയിൽ ബലഹീനരായി ഗണിക്കപ്പെട്ടിരുന്ന കുറച്ചുപേർ മാത്രമായിരുന്ന സന്ദർഭം നിങ്ങൾ ഓർക്കുക. ജനങ്ങൾ നിങ്ങളെ റാഞ്ചിയെടുത്ത് കളയുമെന്ന് നിങ്ങൾ ഭയപ്പെട്ടിരുന്നു. എന്നിട്ട് അവൻ നിങ്ങൾക്ക് ആശ്രയം നൽകുകയും അവന്റെ സഹായം കൊണ്ട് നിങ്ങൾക്ക് പിൻബലം നൽകുകയും വിശിഷ്ട വസ്തുക്കളിൽ നിന്ന് നിങ്ങൾക്ക് ഉപജീവനം നൽകുകയും ചെയ്തു. നിങ്ങൾ നന്ദിയുള്ളവരാകാൻ വേണ്ടി. മക്കയിൽ മുസ്ലിങ്ങൾ ദുർബലരും പീഡിതരുമായിരുന്ന സന്ദർഭം. ഇസ്ലാമിനെയും മുസ്ലിംകളെയും ഉന്മൂലനം ചെയ്യാൻ ഏതറ്റം വരെയും പോകാൻ തയ്യാറായി രംഗത്തിറങ്ങിയ ശക്തരായ ഖുറൈശി സംഘം. ആദ്യം അബിസീനിയയിലും പിന്നീട് മദീനയിലും അഭയം നൽകിയത് അള്ളാഹുവാണ്. ജീവിത വിഭവങ്ങൾ നൽകി സംരക്ഷിച്ചുവെന്ന് മാത്രമല്ല, 3 ഇരട്ടിയിലേറെ വരുന്ന സർവായുധ സജ്ജരായ ഖുറൈശി പടയുമായി ഏറ്റുമുട്ടാൻ പ്രാപ്തരാക്കുകയും വമ്പൻ പരാജയം നൽകി അവരെ തുരത്തി ഓടിക്കാൻ ഈ കൊച്ചു സംഘത്തെ സജ്ജരാക്കിയതും അള്ളാഹുവിൽ നിന്നുള്ള അതിമഹത്തായ അനുഗ്രഹമാണ്. അള്ളാഹു നൽകുന്ന അനുഗ്രഹങ്ങൾക്കെല്ലാം മനുഷ്യൻ എല്ലായ്പ്പോഴും നന്ദിയുള്ളവരായിരിക്കണം എന്ന് ഓർമ്മപ്പെടുത്തുകയും ചെയ്യുന്നു അള്ളാഹു. يا أيها الذين آمنوا لا تخونوا الله والرسول وتخونوا أماناتكم وأنتم تعلمون. സത്യവിശ്വാസികളെ,
നിങ്ങൾ അള്ളാഹുവോടും റസൂലിനോടും വഞ്ചന കാണിക്കരുത്. നിങ്ങൾ വിശ്വസിച്ച് ഏൽപ്പിക്കപ്പെട്ട കാര്യങ്ങളിൽ അറിഞ്ഞുകൊണ്ട് വഞ്ചന കാണിക്കുകയും ചെയ്യരുത്. അള്ളാഹുവിൻ്റെയും റസൂലിൻ്റെയും നിർദ്ദേശങ്ങൾക്കും താല്പര്യങ്ങൾക്കും എതിരായി പ്രവർത്തിക്കരുത് എന്നാണ് സൂചന. ഈ ആയത്തിന്റെ അവതരണ പശ്ചാത്തലം അബൂ ലുബാബ റളിയല്ലാഹു അൻഹുവുമായി ബന്ധപ്പെട്ട ഒരു സംഭവമാണെന്ന് മുഫസ്സിറുകൾ വിശദീകരിക്കുന്നു. ബനു ഖുറൈള എന്ന ജൂതഗോത്രവുമായി അദ്ദേഹത്തിന് അടുത്ത് ബന്ധമുണ്ടായിരുന്നു. ബനു ഖുറൈള എന്ന ഗോത്രത്തിന്റെ കരാർ ലംഘനങ്ങളും അക്രമവും വഞ്ചനയും സകല പരിധികളും കടന്നപ്പോൾ അവരുടെ കോട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സംഘവും ഉപരോധിച്ചു. കീഴടങ്ങുന്നതിന് മുമ്പ് അബൂ ലുബാബ റളിയല്ലാഹു അൻഹുവുമായി ചർച്ച നടത്തണമെന്ന് കോട്ടയ്ക്കുള്ളിലുണ്ടായിരുന്ന നേതാക്കൾ ആവശ്യപ്പെട്ടു. അവരുമായി ചർച്ച നടത്തുവാനും അവരുടെ അഭിപ്രായം ആരായുവാനും അബൂ ലുബാബ റളിയല്ലാഹു അൻഹുവിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അനുവാദം നൽകി. കീഴടങ്ങിയാൽ തങ്ങളോട് എന്ത് നിലപാടായിരിക്കും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വീകരിക്കുക എന്ന ചോദ്യത്തിന് അദ്ദേഹം തന്റെ കൈ കഴുത്തിൽ വെച്ച് ആംഗ്യം കാണിച്ചു. അതിൽ നിന്ന് തങ്ങൾക്കെതിരെ വധശിക്ഷയായിരിക്കും ഉണ്ടാവുക എന്ന് കോട്ടയ്ക്കുള്ളിലുള്ളവർ ചിന്തിച്ചു. എന്നാൽ ഏതെങ്കിലും തരത്തിലുള്ള കൽപ്പനകളോ നിർദ്ദേശങ്ങളോ ഒന്നും തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിന് നൽകിയിരുന്നില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൽപ്പനയ്ക്ക് വിരുദ്ധമായി പ്രവർത്തിച്ചത് കൊടിയ അപരാധമായി പോയി എന്ന് തിരിച്ചറിഞ്ഞ അദ്ദേഹം മദീന പള്ളിയിൽ എത്തുകയും പള്ളിയുടെ ഒരു തൂണിൽ സ്വയം ബന്ധനസ്ഥനാവുകയും തനിക്ക് അള്ളാഹു മാപ്പ് നൽകിയാൽ മാത്രമേ താൻ എന്തെങ്കിലും ആഹാരം കഴിക്കുകയോ മോചിതനാവുകയോ ഉള്ളൂ എന്ന് പ്രഖ്യാപിക്കുകയും ചെയ്തു. അത്രയേറെ കുറ്റബോധം അദ്ദേഹത്തിനുണ്ടായി എന്നതാണ് വാസ്തവം. ദിവസങ്ങൾക്ക് ശേഷം അദ്ദേഹത്തിന് മാപ്പ് നൽകപ്പെട്ടിരിക്കുന്നു എന്ന സന്തോഷ വാർത്ത അറിഞ്ഞ ശേഷം മാത്രമാണ് അബൂ ലുബാബ റളിയല്ലാഹു അൻഹു ബന്ധനത്തിൽ നിന്നും മോചിതനായത്. വഅലമൂ അന്നമാ അംവാലുകും വഅൗലാദുകും ഫിത്നതുൻ വഅന്നല്ലാഹ ഇൻദഹു അജ്റുൻ അളീം. നിങ്ങളുടെ സ്വത്തുക്കളും നിങ്ങളുടെ സന്താനങ്ങളും ഒരു പരീക്ഷണമാണെന്നും അള്ളാഹുവിങ്കലാണ് മഹത്തായ പ്രതിഫലമുള്ളതെന്നും നിങ്ങൾ മനസ്സിലാക്കുകയും ചെയ്യുക. യാ അയ്യുഹല്ലദീന ആമനൂ ഇൻ തത്തഖുല്ലാഹ യജ്അൽ ലക്കും ഫുർഖാനൻ വയുകഫിർ അൻകും സയ്യിആതികും വയഗ്ഫിർ ലക്കും വല്ലാഹു ദുൽ ഫദ്ലിൽ അളീം. സത്യവിശ്വാസികളെ, നിങ്ങൾ അള്ളാഹുവെ സൂക്ഷിച്ച് ജീവിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് സത്യവും അസത്യവും വിവേചിക്കാനുള്ള കഴിവ് അള്ളാഹു ഉണ്ടാക്കി തരികയും അള്ളാഹു നിങ്ങളുടെ തിന്മകൾ മായ്ച്ചു കളയുകയും നിങ്ങൾക്ക് പുറത്തു തരികയും ചെയ്യുന്നതാണ്. അള്ളാഹു മഹത്തായ അനുഗ്രഹമുള്ളവനാകുന്നു. സമ്പത്തും സന്താനങ്ങളും ഭൗതിക സുഖ ആഡംബരങ്ങളും മനുഷ്യനെ ഒരുതരം ഭ്രമത്തിന്റെ ലോകത്ത് കൊണ്ടുചെന്നെത്തിക്കുന്നു. ഭൗതികതയിൽ അന്ധമായി ഭ്രമിച്ചു പോകുന്ന മനുഷ്യൻ ആത്മീയതയിൽ നിന്ന് അകലുകയും അതുവഴി ശാശ്വതമായ പരാജയത്തിൽ എത്തിപ്പെടുകയും ചെയ്യും. അള്ളാഹു ഓർമ്മപ്പെടുത്തുന്നു, സന്താന സൗഭാഗ്യങ്ങളും സമ്പൽ സമൃദ്ധികളും ഒരു പരീക്ഷണമാണെന്ന കാര്യം മറക്കരുത്. അള്ളാഹുവിന്റെ കോപത്തെയും ശിക്ഷയെയും ഭയപ്പെട്ടുകൊണ്ട് ജീവിതത്തിൽ സൂക്ഷ്മത പാലിക്കുന്നവർക്ക് സത്യവും അസത്യവും വേർതിരിച്ച് മനസ്സിലാക്കുവാനുള്ള കഴിവ് അള്ളാഹു നൽകുന്നു. വന്നുപോകുന്ന തെറ്റുകൾ അള്ളാഹു മായ്ച്ചു കളയുന്നു. അതുവഴി ആ മനുഷ്യൻ ശാശ്വതമായ വിജയത്തിൽ എത്തിച്ചേരുകയും ചെയ്യുന്നു. വഇദ് യംകുറു ബികല്ലദീന കഫറൂ ലിയുസ്ബിതൂക ഔ യഖ്തുലൂക ഔ യുഖ്രിജൂക വയംകുറൂന വയംകുറുല്ലാഹ് വല്ലാഹു ഖൈറുൽ മാകിരീൻ. താങ്കളെ ബന്ധനസ്ഥനാക്കുകയോ കൊല്ലുകയോ നാട്ടിൽ നിന്ന് പുറത്താക്കുകയോ ചെയ്യാൻ വേണ്ടി താങ്കൾക്കെതിരായി സത്യനിഷേധികൾ തന്ത്രം പ്രയോഗിച്ചിരുന്ന സന്ദർഭം ഓർക്കുക. അവർ തന്ത്രം പ്രയോഗിക്കുന്നു, അള്ളാഹുവും തന്ത്രം പ്രയോഗിക്കുന്നു. എന്നാൽ അള്ളാഹുവാണ് തന്ത്രം പ്രയോഗിക്കുന്നവരിൽ ഏറ്റവും മികച്ചവൻ. മക്ക മുശ്രിക്കുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്കെതിരെ നടത്തിയ
ഒരു വലിയ ഗൂഢതന്ത്രത്തെ പറ്റിയാണ് അള്ളാഹു ഇവിടെ അനുസ്മരിക്കുന്നത്. അള്ളാഹുവിന്റെ മാർഗത്തിൽ ശക്തമായി നിലകൊള്ളുമ്പോൾ അള്ളാഹുവിൽ നിന്നുള്ള സംരക്ഷണവും സഹായവും ലഭിച്ചുകൊണ്ടേയിരിക്കും ആ ചരിത്ര സംഭവത്തിലേക്ക്. മുസ്ലിംകൾക്കെതിരെ മക്കാ മുശ്രിക്കുകളിൽ നിന്നും പീഡനങ്ങൾ അസഹനീയമായി തുടരുന്ന സന്ദർഭം. മുസ്ലിങ്ങൾക്ക് മദീനയിലേക്ക് ഹിജ്റ പോകുവാനുള്ള അനുമതി ലഭിക്കുന്നു. ചെറു സംഘങ്ങളായും ഒറ്റയ്ക്കും അല്ലാതെയുമെല്ലാം അതീവ രഹസ്യമായി മുസ്ലിങ്ങൾ മക്കയിൽ നിന്നും മദീനയിലേക്ക് പലായനം ചെയ്തുകൊണ്ടിരുന്നു. ഒടുവിൽ മക്കയിൽ അവശേഷിച്ചത് ചുരുക്കം ചിലർ മാത്രം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവും അലി റളിയല്ലാഹു അൻഹുവും മക്കയിൽ തന്നെയുണ്ട്. പല സന്ദർഭത്തിലും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഹിജ്റയ്ക്കുള്ള അനുവാദം ചോദിച്ചു. അപ്പോഴൊക്കെയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, താങ്കൾ ധൃതി കാണിക്കാതിരിക്കൂ, താങ്കൾക്ക് നല്ല ഒരു കൂട്ടുകാരനെ അള്ളാഹു നൽകിയേക്കാം. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു 2 ഒട്ടകങ്ങളെ വാങ്ങുകയും അവകളെ നന്നായി പരിചരിച്ച് യാത്രയ്ക്ക് വേണ്ട ഒരുക്കങ്ങൾ ചെയ്ത് കാത്തിരുന്നു. മുസ്ലിംകളുടെ കൂട്ടത്തോടെയുള്ള ഒഴിഞ്ഞുപോക്ക് ഖുറൈശികളിൽ ഭീതി പരത്തി. അവർ എന്തിനുള്ള പുറപ്പാടായിരിക്കും? മറ്റെവിടെയെങ്കിലും പോയി കൂടുതൽ ശക്തരായി തങ്ങൾക്കെതിരെ പടനീക്കം നടത്തുമോ എന്ന ആശങ്ക അവരിൽ നിഴലിച്ചു നിന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെയും അനുയായികളെയും പിന്തിരിപ്പിക്കുവാനും പരാജയപ്പെടുത്തുവാനുമുള്ള എല്ലാ ശ്രമങ്ങളും വിഫലമായ സ്ഥിതിക്ക് ഇനി കാത്തിരിക്കുന്നതിൽ അർത്ഥമില്ല. ശക്തമായ നടപടി സ്വീകരിച്ചേ മതിയാവും. അതിനായി അവർ ദാറുന്നദിവയിൽ ഒരു അടിയന്തര മീറ്റിംഗ് വിളിച്ചു ചേർക്കുകയാണ്. എല്ലാ പ്രധാന ഗോത്രങ്ങളുടെയും തലവന്മാരെല്ലാം മീറ്റിംഗിൽ പങ്കെടുക്കുന്നുണ്ട്. ബനു ഹാഷിം ഗോത്രത്തിൽ നിന്നും ഒരാളെയും ക്ഷണിച്ചില്ല. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വന്തം ഗോത്രമാണ്. അബൂലഹബിനെയും യോഗത്തിൽ നിന്ന് പങ്കെടുക്കുന്നതിൽ നിന്ന് ബോധപൂർവം ഒഴിവാക്കി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പിതാവിന്റെ സഹോദരൻ കൂടിയാണ് മുഖ്യ ശത്രുക്കളിൽ ഒരാളായ അബൂലഹബ്. മറ്റ് പ്രധാന നേതാക്കളെല്ലാം മീറ്റിംഗിൽ പങ്കെടുക്കുന്നുണ്ട്. അതീവ രഹസ്യമായി അർദ്ധരാത്രിയിലാണ് മീറ്റിംഗ് ആരംഭിക്കാൻ പോവുകയാണ്. പെട്ടെന്ന് വാതിൽക്കൽ അപരിചിതനായ ഒരാൾ പ്രത്യക്ഷപ്പെട്ടു. എല്ലാവരും അവിടേക്ക് നോക്കി. ആരാണിയാൾ? വാർദ്ധക്യം ബാധിച്ചിട്ടുണ്ട്. കാഴ്ചയിൽ ഒരു പ്രമാണിയുടെ മട്ടും ഭാവവും എല്ലാം ഉണ്ട്. അയാൾ സ്വയം പരിചയപ്പെടുത്തി, ഞാൻ നജിദിൽ നിന്ന് വന്ന ഒരു ഷെയ്ഖാണ്. ഈ യോഗത്തിൽ പങ്കെടുക്കാൻ നിങ്ങൾ എന്നെ അനുവദിക്കണം. നിങ്ങൾക്കറിയാത്ത ഫലപ്രദമായ നിർദ്ദേശങ്ങൾ നൽകാൻ എനിക്ക് കഴിഞ്ഞേക്കും. അതിനാൽ എന്നെ കൂടി മീറ്റിംഗിൽ ഉൾപ്പെടുത്തണം. അവർ കൂടിയാലോചിച്ച് ഒടുവിൽ പങ്കെടുപ്പിക്കാൻ തന്നെ തീരുമാനിച്ചു. അതാരെന്നറിയണ്ടേ? വേഷപ്രച്ഛന്നനായി മനുഷ്യരൂപം പ്രാപിച്ചു വന്ന ഇബ്ലീസ് ആയിരുന്നു അത്. ഇബ്ലീസ് മനുഷ്യരൂപത്തിൽ വരുന്ന മറ്റ് സന്ദർഭങ്ങളും വരുന്നുണ്ട്. അങ്ങനെ ഇബ്ലീസും യോഗത്തിൽ കയറിക്കൂടി. മീറ്റിംഗ് ആരംഭിക്കുകയാണ്. അജണ്ട ഒന്ന് മാത്രം: മുഹമ്മദിനെ സല്ലല്ലാഹു അലൈഹി വസല്ലം എങ്ങനെ പ്രതിരോധിക്കാം? ആദ്യം എഴുന്നേറ്റ് നിന്നത് ഖുറൈശി പ്രമാണിയായ അബുൽ ബുഖ്തരിയാണ്. അബുൽ ബുഖ്തരി പറയാൻ ആരംഭിച്ചു, മുഹമ്മദിനെ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് ശക്തമായ ചങ്ങലകളാൽ ബന്ധിച്ച് തടവറയ്ക്കുള്ളിലാക്കാം. അവിടെ നിന്നും ഒരിക്കലും രക്ഷപ്പെടാൻ കഴിയാത്ത വിധത്തിലായിരിക്കണം. അവിടെ കിടന്ന് മരണം സംഭവിക്കണം. ഇതാണ് അബുൽ ബുഖ്തരി മുന്നോട്ട് വെച്ച നിർദ്ദേശം. എല്ലാവരും കേട്ടിരിക്കുക മാത്രമാണ്. സദസ്സിൽ നിന്ന് ആരും പ്രതികരിക്കുന്നില്ലെന്ന് കണ്ടപ്പോൾ വേഷപ്രച്ഛന്നനായി വന്ന ഇബ്ലീസ് എഴുന്നേറ്റ് നിന്ന് പറഞ്ഞു, ഇദ്ദേഹം പറഞ്ഞത് നല്ല ഒരു നിർദ്ദേശമല്ല. അങ്ങനെ ബന്ധനസ്ഥനാക്കിയാൽ മുഹമ്മദിന്റെ സല്ലല്ലാഹു അലൈഹി വസല്ലം അനുയായികൾ അത് കണ്ടു നിൽക്കില്ല. അവർ നിങ്ങൾക്കെതിരെ ഇറങ്ങി പുറപ്പെടുകയും അദ്ദേഹത്തെ രക്ഷപ്പെടുത്തുകയും ചെയ്യും. അതുകൊണ്ട് ആർക്കെങ്കിലും മറ്റെന്തെങ്കിലും നിർദ്ദേശം മുന്നോട്ട് വയ്ക്കാനുണ്ടോ? ഇതാണ് നജിദിൽ നിന്നുള്ള ഷേഖ് ചോദിക്കുന്നത്. കയറിക്കൂടി യോഗം നിയന്ത്രിക്കുന്ന നിലയിലേക്ക് കാര്യങ്ങൾ നീങ്ങുകയാണ്. രണ്ടാമതായി സദസ്സിൽ നിന്നും എഴുന്നേറ്റ് നിന്നത് അബുൽ അസ്വദ് എന്ന ഖുറൈശി പ്രമാണിയാണ്. അബുൽ അസ്വദ് പറഞ്ഞു തുടങ്ങി, മുഹമ്മദിനെ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് മറ്റേതെങ്കിലും ദേശത്തേക്ക് നാട് കടത്താം. അവിടെ പോയി എന്തെങ്കിലും ആയിക്കൊള്ളട്ടെ, നമുക്ക് ആ ബാധ്യതയില്ലല്ലോ. ഇതാണ് അദ്ദേഹം മുന്നോട്ട് വെച്ച നിർദ്ദേശം. ഇത് കേട്ടപ്പോഴും നജിദിയൻ ഷെയ്ഖ് തന്നെയാണ് മറുപടി പറഞ്ഞത്. ഇബ്ലീസ് പറയാൻ തുടങ്ങി, ഇദ്ദേഹം പറഞ്ഞതും നല്ലൊരു നിർദ്ദേശമല്ല. മുഹമ്മദിനെ സല്ലല്ലാഹു അലൈഹി വസല്ലം നാട് കടത്തിയാൽ അവിടെ പോയി അദ്ദേഹം ശക്തി പ്രാപിക്കും. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം മുന്നോട്ട് വയ്ക്കുന്ന ആശയത്തിന്റെ മാധുര്യവും ഗാംഭീര്യവും നിങ്ങൾക്കറിവുള്ളതല്ലേ? അദ്ദേഹം കൂടുതൽ ശക്തനായി നിങ്ങൾക്കെതിരെ
തിരിച്ചു വരിക തന്നെ ചെയ്യും. അതുകൊണ്ട് മറ്റെന്തെങ്കിലും നിർദ്ദേശമുണ്ടെങ്കിൽ മുന്നോട്ട് വയ്ക്കുക. ഇബ്ലീസ് സദസ്സിന്റെ നിയന്ത്രണം ഏറ്റെടുത്തു കഴിഞ്ഞു. ചർച്ചകളും സംസാരങ്ങളും എല്ലാം കേട്ട് സദസ്സിന്റെ ഒരു ഭാഗത്ത് നിശബ്ദനായി ഇരിക്കുകയായിരുന്ന അബൂജഹൽ എഴുന്നേറ്റ് നിന്നു. അബൂജഹൽ പറയാൻ ആരംഭിച്ചു: നിങ്ങളിൽ ആരും ഇതുവരെ പറയാൻ ധൈര്യപ്പെടാത്ത ചില കാര്യങ്ങൾ എനിക്ക് പറയുവാനുണ്ട്. സദസ്സ് ഒന്നടങ്കം അബൂജഹലിലേക്ക് ശ്രദ്ധ തിരിച്ചു. എന്താണ് താങ്കൾക്ക് പറയാനുള്ളത്? പറയുക. സദസ് അബൂജഹലിന്റെ വാക്കുകൾക്കായി കാതോർത്തു. അയാൾ പറഞ്ഞു: മുഹമ്മദിനെ സല്ലല്ലാഹു അലൈഹി വസല്ലം വധിക്കുക തന്നെ, അതല്ലാതെ മറ്റൊന്നും നാം ചെയ്യേണ്ടതില്ല. വധം എങ്ങനെ വേണമെന്നും ഞാൻ പറഞ്ഞു തരാം. നമ്മുടെ ഓരോ ഗോത്രത്തിൽ നിന്നും ശക്തരായ ഓരോരുത്തരെ തെരഞ്ഞെടുത്ത് ഒരു സംഘം രൂപീകരിക്കുക. ആ സംഘം ഒരുമിച്ച് ആ കൃത്യം നിർവഹിക്കണം. ഏതെങ്കിലും ഒരു ഗോത്രത്തിൽപ്പെട്ട ആളാണ് അത് ചെയ്യുന്നതെങ്കിൽ ബനൂ ഹാഷിം ഗോത്രക്കാർ ഘാതകരുടെ ഗോത്രത്തിനെതിരെ യുദ്ധം പ്രഖ്യാപിക്കും. മുഴുവൻ ഗോത്രങ്ങൾക്കെതിരെയും യുദ്ധം ചെയ്യാൻ അവർക്ക് കഴിയുകയുമില്ല. അബൂജഹലിന്റെ വാക്കുകൾ കേട്ട നജിദിയൻ ഷെയ്ഖ് ചാടി എഴുന്നേറ്റുകൊണ്ട് പറഞ്ഞു: ഇദ്ദേഹം പറഞ്ഞതാണ് കാര്യം. എത്രയും വേഗം ആ കൃത്യം നടപ്പാക്കുക. അങ്ങനെ ആ കൊടുംപാതകം ചെയ്യാൻ അവർ ഐക്യകണ്ഠേന തീരുമാനമെടുത്തു. കൃത്യം നിർവഹിക്കുന്നതിന് ഒരു സംഘത്തെ തെരഞ്ഞെടുത്ത് ചുമതലപ്പെടുത്തുകയും ചെയ്തു. അടുത്ത ദിവസത്തെ ഒരു പകൽ മാത്രം രാത്രിയിൽ കൃത്യം നിർവഹിച്ചിരിക്കണം എന്ന തീരുമാനത്തോടെ ആ അർദ്ധരാത്രിയിൽ അവർ യോഗം പിരിഞ്ഞു. അടുത്ത ദിവസം പ്രഭാതത്തിൽ തന്നെ ജിബ്രീൽ അലൈഹിസ്സലാം സന്ദേശവുമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിലെത്തി. ഓ പ്രവാചകരെ, ഇന്ന് രാത്രിയിൽ താങ്കൾ ഹിജ്റയ്ക്കായി പുറപ്പെടണം. കൂടെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവും ഉണ്ടാകണം. ഇന്ന് രാത്രിയിൽ താങ്കൾ സ്ഥിരമായി കിടന്നുറങ്ങുന്ന കട്ടിലിൽ കിടക്കരുത്. അവിടെ അലി റളിയല്ലാഹു അൻഹുവിനെ കിടത്തണം. സൂറത്തുൽ ഇസ്രാഇന്റെ 80-ാം ആയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് വഹിയായി ആ സന്ദർഭത്തിൽ നൽകി. ഈ ആയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിരന്തരം പാരായണം ചെയ്തുകൊണ്ടിരുന്നു. അതിന്റെ സാരം ഇങ്ങനെ: എന്റെ പുറപ്പാടും പ്രവേശനവും സത്യത്തിന്റെ മാർഗത്തിലാക്കണമേ. നിന്നിൽ നിന്നുള്ള ഒരു അധികാര ശക്തിയെ നീ എനിക്ക് ഏർപ്പെടുത്തി തരികയും ചെയ്യണമേ. ഈ വചനം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിരന്തരം പാരായണം ചെയ്തുകൊണ്ടേയിരുന്നു. അന്നേ ദിവസം ഉച്ച സമയം. നട്ടുച്ച നേരം ആരും തന്നെ പുറത്തിറങ്ങാറില്ല. ഈ സമയം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ വീട് ലക്ഷ്യമാക്കി നടന്നു. വീടിന്റെ ഉമ്മറത്ത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവും ഭാര്യയും മകൾ ആയിഷ റളിയല്ലാഹു അൻഹയും ഇരിപ്പുണ്ട്. വിദൂരതയിൽ തങ്ങളുടെ വീട് ലക്ഷ്യമാക്കി ആരോ നടന്നു വരുന്നത് അവരുടെ ശ്രദ്ധയിൽപ്പെട്ടു. ആരായിരിക്കും ഈ നേരത്ത് വരിക? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന് ആളെ മനസ്സിലായി. അത്രമേൽ ആത്മമിത്രങ്ങളാണവർ. അള്ളാഹുവിനെ തന്നെ സത്യം, എന്തോ അതീവ പ്രാധാന്യമുള്ള വിവരം അറിയിക്കാനാണ് ഈ അസമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വരുന്നത്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വീട്ടിലെത്തി. പ്രവേശനാനുമതി ചോദിച്ചു. പ്രവേശിച്ചു. ആ വീട്ടിൽ മറ്റാരുമില്ലെന്ന് ഉറപ്പ് വരുത്തിയ ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു: ഹിജ്റ പോകാനുള്ള അനുമതി അള്ളാഹു നൽകിയിരിക്കുന്നു. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ആശങ്ക താൻ കൂടെ ഉണ്ടാകുമോ എന്നതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു: താങ്കളും എന്നോടൊപ്പമുണ്ട്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു സന്തോഷാതിരേകത്താൽ പൊട്ടിക്കരയാൻ തുടങ്ങി. ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നു: ആളുകൾ ദുഃഖത്തിൽ മാത്രമല്ല സന്തോഷം വരുമ്പോഴും കരയുമെന്ന് ആദ്യമായി ഞാൻ അറിയുന്നത് അന്നാണ്. രാത്രി വൈകിയ ശേഷം വരാമെന്നും തയ്യാറായി ഇരിക്കണമെന്നും അറിയിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ നിന്നും മടങ്ങി. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ വീട്ടിൽ നിന്ന് തിരികെ എത്തിയ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അലി റളിയല്ലാഹു അൻഹുവിനെ വിളിച്ച് വിവരങ്ങളെല്ലാം ധരിപ്പിച്ചു. സ്വർണത്തിന്റെയും വെള്ളിയുടെയും കിഴികൾ അലി റളിയല്ലാഹു അൻഹുവിനെ ഏൽപ്പിച്ചു. ഇവകളെല്ലാം ഇന്നാരിന്ന ഉടമസ്ഥർക്ക് തിരികെ നൽകണം. ഒക്കെയും പലരും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സൂക്ഷിക്കാൻ ഏൽപ്പിച്ചതാണ്. അവരിൽ പലരും ശത്രുക്കളുമാണ്. ഒക്കെയും ഭംഗിയായി പൂർത്തീകരിച്ച ശേഷം മദീനയിൽ എത്തണമെന്ന നിർദ്ദേശവും നൽകി. രാത്രിയായി. ശത്രുക്കൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വീട് വളഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പുറത്തു വരുന്നതും പ്രതീക്ഷിച്ച് അവർ കാത്തു നിൽക്കുകയാണ്. അലി റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കട്ടിലിൽ പുതപ്പ് മൂടി കിടക്കുന്നു. ശത്രുക്കൾക്ക് നടുവിലൂടെ ഇറങ്ങി പുറപ്പെടാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് അള്ളാഹുവിന്റെ കൽപ്പന ലഭിച്ചു.
സൂറത്ത് യാസീനിലെ 9-ാം ആയത്ത് പാരായണം ചെയ്തുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ശത്രുക്കൾക്ക് നടുവിലൂടെ ധൈര്യസമേതം നടന്നു നീങ്ങി. അവരുടെ കണ്ണുകളെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്നും അള്ളാഹു മറച്ചു കളയുകയായിരുന്നു. സൂറത്ത് യാസീനിലെ ആ ആയത്തിന്റെ സാരം ഇങ്ങനെ: അവരുടെ മുന്നിൽ ഒരു തടസ്സവും പിന്നിൽ ഒരു തടസ്സവും നാം വെച്ചിരിക്കുന്നു. അങ്ങനെ നാം അവരെ മൂടിക്കളഞ്ഞു. അതിനാൽ അവർക്ക് കാണാൻ കഴിയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നേരെ പോയത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ വീട്ടിലേക്കാണ്. അവിടെ നിന്നും അവരിരുവരും ഒരുമിച്ച് ചരിത്ര പ്രസിദ്ധമായ ആ ഹിജ്റ ആരംഭിക്കുകയായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വീടിന് മുന്നിൽ കാത്തുനിന്ന ശത്രുക്കൾ പ്രഭാതമായപ്പോൾ ഉറക്കിൽ നിന്ന് എഴുന്നേറ്റ് വന്ന അലി റളിയല്ലാഹു അൻഹുവിനെ കണ്ട് ഞെട്ടിത്തരിക്കുകയായിരുന്നു. അവർ അലി റളിയല്ലാഹു അൻഹുവിനെ വല്ലാതെ ചോദ്യം ചെയ്തു. അദ്ദേഹം കൈമലർത്തി, എനിക്കൊന്നും അറിയില്ല, ഞാനിവിടെ ഉറങ്ങുകയായിരുന്നുവെന്ന് നിങ്ങൾ കണ്ടതല്ലേ? അവർ കോപാകുലരാവുകയും അന്വേഷണം വ്യാപിപ്പിക്കുകയുമാണ്. അബൂജഹൽ പ്രഖ്യാപിച്ചു, മുഹമ്മദിനെ ജീവനോടെയോ അല്ലാതെയോ കാട്ടിക്കൊടുക്കുന്നവർക്ക് 100 ഒട്ടകം ഇനാം. അവരുടെ തന്ത്രങ്ങളൊക്കെയും ദയനീയമായി പരാജയപ്പെട്ടുകൊണ്ടേയിരുന്നു. അള്ളാഹു പരാജയപ്പെടുത്തിക്കൊണ്ടേയിരുന്നു. അതിസാഹസികവും ചരിത്രപ്രസിദ്ധവുമായ ഹിജ്റയുടെ ചരിത്രം മറ്റൊരവസരത്തിൽ വിവരിക്കാം ഇൻഷാ അല്ലാഹ്. സൂറത്തുൽ അൻഫാൽ 31 മുതലുള്ള വചനങ്ങൾ അടുത്ത ഭാഗത്ത്. വആഖിറു ദഅ്വാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.